ഹായ് ഗൈസ്, രാവിലെ തന്നെ ബൊലേറോ ഫീവർ. ഇവിടെ ഒരു വൈറ്റ് വണ്ടി, അപ്പുറത്ത് ഒരു റെഡ് വണ്ടി, ഇവിടെ നമ്മുടെ വണ്ടി സസ്പെൻഷനൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. അപ്പോൾ എൻ്റെ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ആലോചിച്ചത്. നമ്മൾ ദരിദ്രനായിട്ടാണ് ജനിക്കണമെങ്കിൽ അത് നമ്മളുടെ തെറ്റല്ല, പക്ഷെ നമ്മൾ ദരിദ്രനായിട്ടാണ് മരിക്കണമെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അപ്പോൾ നമ്മളാരും ഒരു ദരിദ്രനായിട്ട് മരിക്കാതിരിക്കട്ടെ. നമ്മളുടെ പാഷൻ, അതുപോലെ നമ്മളുടെ ഐഡിയാസ്, പിന്നെ നമ്മളുടെ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള സ്മാർട്ട് വർക്കായാലും ഹാർഡ് വർക്കായാലും എല്ലാം നമ്മൾ ചെയ്ത് നിങ്ങളെല്ലാവരും ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആകട്ടെ ലൈഫിലെന്ന് ഞാൻ നിങ്ങളോട് ആശംസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം എൻ്റെ കൂടെ ഇടുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ ഇന്നത്തെ പണിയുടെ വീഡിയോ തുടങ്ങാം. സ്റ്റോക്ക് ബൊലേറോടെയും ലിഫ്റ്റ് ചെയ്ത ബൊലേറോടെയും തമ്മിൽ ഹൈറ്റ് വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ അത് ഇതുണ്ട്, ഇതൊരു സ്റ്റോക്ക് ബൊലേറോയുടെ ഹൈറ്റാണ്, ഇതൊരു ലിഫ്റ്റ് ചെയ്ത ബൊലേറോയുടെ ഹൈറ്റാണ്. നമ്മുടെ ലിഫ്റ്റിങ് അവർ പണിയൊന്നെങ്കിലും പക്ഷെ ആ ഒരു വ്യത്യാസം കണ്ട. ഇന്ന് നമ്മൾ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ കഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതാണ് കേട്ടോ ഇന്നത്തെ നമ്മൾ ഫുള്ള് വീഡിയോ. ഇത് കണ്ടല്ലോ, നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. ഏകദേശം ഇത്ര ലിഫ്റ്റ് ആവും സാധാ ബൊലേറോ, ഇത് നമ്മൾ ഇത്തിരി ലിഫ്റ്റ് ചെയ്ത ബൊലേറോ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി ഞാൻ ഷോട്ട് എടുത്തുള്ളൂ. അതായത് നമ്മൾ സസ്പെൻഷനൊക്കെ അഴിക്കണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സൗണ്ട് കൊണ്ടൊരു രക്ഷയില്ല, അമ്മാതിരി സൗണ്ടാണ്. പിന്നെ ബാക്കിൽ ചെറിയൊരു പണി കിട്ടിയാലും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഈ നമ്മുടെ വ്യൂവേഴ്സ് കണ്ടുപിടിച്ചതെന്നാണ് ഷാക്കിൾ തല തിരിച്ചിട്ടേക്കണത്. നല്ല സന്തോഷമാണ് എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേ. ഇതിന് മുന്നേ പണി ചെയ്തവർക്കൊക്കെ പണി അറിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാനത് അറിയാവുന്ന പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുവന്നാണ്. ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരു സ്ഥലം കിട്ടിയത്. ഇത് കണ്ടില്ലേ, ഇവിടെ പോലെ പിയോ മാത്രമല്ല എല്ലാ വണ്ടികളുടെയും സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ടല്ല ഇവിടെ അതിന് മാത്രം സ്കോർപ്പിയോ ബൊലേറോ ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാനാണെങ്കിൽ ഇതുപോലത്തെ പണികളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാണ്ട് വേറെ സ്ഥലത്ത് കൊണ്ട് എന്നെപ്പോലെ വെറുതെ കാശ് കളയരുത്. ബൊലേറോ ഓണേഴ്സായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ബൊലേറോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. ഈ ഷാക്കിൾ അതുപോലെ ഫ്രണ്ടിൽ എക്സ്റ്റൻഷൻ ഹബ്ബൊക്കെ നോക്കി ഇടേണ്ട സ്ഥലത്ത് കൊണ്ട് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും. അതുപോലെ പണി കിട്ടിയെടുത്തിനാണ് ഞാൻ വെറുതെ പൈസ കൊണ്ടൊക്കെ കളയരുത്, സ്നേഹം കൊണ്ട് പറയാം. ഈ സസ്പെൻഷൻ്റെ ഹബ്ബ് വായിച്ചിടാന്ന് വെച്ചാൽ ടയറൊക്കെ അഴിച്ച് സസ്പെൻഷനൊക്കെ ഇറക്കി കുറച്ച് പണിയുണ്ട് കേട്ടോ. അതിന് കുറച്ച് ടൈം പിടിക്കും. നേരത്തെ നമ്മുടെ ഷാഹുൽ ബോൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൈ ഒന്ന് കാണിച്ചു കൊടുത്ത് കണ്ടിട്ട് എൻ്റെ കിളി പോയി. ഊഫ്, ഈ കൈ മുറിഞ്ഞിട്ടാണ്ടോ നമ്മളന്ന് വണ്ടിക്ക് മറ്റേ ഇത് വെക്കാൻ വേണ്ടി വന്ന് സൈഡിൽ ഹൗണിങ്സ് വെക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതായിരുന്നു സംഭവം. സ്റ്റിച്ചൊക്കെ കണ്ടോ, എത്ര സ്റ്റിച്ചുണ്ട്? 5 സ്റ്റിച്ചിട്ടിട്ട് കൈ നോക്കി. ഊഫ്, ഇപ്പോൾ ഓക്കെ അല്ലേ, ഉണങ്ങിയില്ലേ? ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ആരും ഇല്ലല്ലോ ഇവിടെ അല്ലേ, നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ്. വെളുപ്പാങ്കാലത്ത് ഒന്ന് വെച്ചാൽ 8-8:30 പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ സസ്പെൻഷൻ അഴിക്കണണ്ട. ഇവിടെ വന്നു അല്ലേ? ഇവിടെയാണ് വരേണ്ടത്. ഈ അടിയിലിട്ടാനുള്ള ഒരു കുഴപ്പം പറഞ്ഞ് ഇവിടെ നിൽക്കണുണ്ട്. ഇത്രയും ഭാഗത്തെ പിടുത്തുണ്ടോ? ഓ, അപ്പൊ അത് ഹൈറ്റും അതിന്റെ ഫുൾ ഹൈറ്റ് കിട്ടൂല. ഇല്ല, പ്രോപ്പർ ആവൂല. അതുകൊണ്ടാണ് ഡാമേജ് ആയിരിക്കും. എഡ്ജ് പൊട്ടിയിട്ടുണ്ടല്ലേ? അതെന്താ പറഞ്ഞാൽ ഇത് ഇപ്പൊ ഇട്ടിരുന്നത് ഇങ്ങനെയുണ്ട്. ഇവിടെ ഇട്ടിരുന്നത് ഇങ്ങനെ നിൽക്കും, ഇത് ഇങ്ങനെ എന്നിട്ട് ഇത് മാക്സിമം കംപ്രസ് ചെയ്ത് ഇത് നേരെയാക്കാൻ വേണ്ടി വണ്ടി ശ്രമിക്കും. അപ്പൊ എന്താ പറഞ്ഞാൽ ഈ ലോഡ് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ഇരിക്കും. ഇത് ഇങ്ങനെയാവും. മനസ്സിലായി. ശരിക്കും ഇവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഭാഗത്ത് ടാപ്പറാണ്, കറക്റ്റ് നേരെയാണ്. കാരണം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അല്ല ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഗ്രൂവ് ഉണ്ട്. ഈ ഗ്രൂവിന്റെ അകത്ത് ഈ വെട്ട് ഇറങ്ങി കറക്റ്റ് ആയിട്ട് കിടക്കും. ഇങ്ങനെ കിടക്കുമ്പോ ഇതാണ് ഇതിന്റെ പൊസിഷൻ. ഞാൻ കൊടുത്തവര് പറഞ്ഞത് മേളിലിടാൻ പറ്റണമെന്നും പറഞ്ഞിട്ട് അവര് പറഞ്ഞു. ഇടാൻ പറ്റായിക്കൊന്നുമില്ല, ഇടാൻ പറ്റും. ബുഷ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മേളിലിടാം. ഓ, ഇവിടെ റബ്ബർ ബുഷ് ഉണ്ടല്ലേ? അത് ഇരുന്നേച്ചുകൊണ്ടാണ് അവർക്ക് ചിലപ്പോൾ ഇടാൻ പറ്റുന്നത്. മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ റബ്ബർ ബുഷ് എല്ലാം കൂടി ഇടാൻ പറ്റുമോ? റബ്ബർ ബുഷ് എല്ലാം കൂടി ഇടേണ്ട കാര്യമില്ല. ഇതിനൊരു സ്പെസിഫൈഡ് ഇതുണ്ട്. നമ്മളിവിടെ ഇത്ര കംപ്രസ് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഇതിനൊരു ലെങ്ത് ഉണ്ട്, അതിനനുസരിച്ച് വിടൂല. അത് തന്നെ നമ്മൾ ഇവിടെ ഒരുപാട് കംപ്രസ് ചെയ്യുന്നതോറും ഇവിടെ ലോഡ് പ്രഷർ ഈ ഇതില്ലേ ഇവിടെ പൊട്ടാൻ സാധ്യത, അല്ലെങ്കിൽ അപ്രാമിന്റെ ഇവിടെ പൊട്ടും മോട്ടർ. അങ്ങനെ പ്രശ്നമുണ്ട്. അന്നേരം നമുക്ക് നോക്കാം. കാരണം ഞാൻ ഈ മെറ്റൽ ടു മെറ്റൽ സൗണ്ട് വരാണ്ടിരിക്കാൻ ഇത് ഇടാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പറഞ്ഞാൽ സിലിക്കോണാണ് എല്ലാരും പൊതുവെ ഇടാറ് അല്ലേ? പിന്നെ ഉള്ളത് നൈലോൺ. 3 ക്വാളിറ്റിയാണ്. റബ്ബറാണ് വേണ്ടത്. അത് വലിയ വിലയൊന്നും വരികയല്ല. രണ്ടും കൂടി വില 500 രൂപ റേഞ്ചൊക്കെ വരും. പിന്നെ പറഞ്ഞത് ഈ നൈലോൺ സിലിക്കോൺ ഇങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ പോലത്തെ ആണ് പറഞ്ഞത്. അത് ഏകദേശം രണ്ടും കൂടി ഒരു 1500
1600. അതാണ് ഈ റെഡ് കളർ, യെല്ലോ കളർ, പല പല കളർ വന്നത്. പിന്നെ വന്നതാണ് മെറ്റൽ. അതിന്റെയും ക്വാളിറ്റിയിലാണ് പറഞ്ഞത്. പിന്നെ ഫുൾ നൈലോൺ പ്യുവർ വൈറ്റോ ബ്ലാക്കോ ആയിരിക്കും പറഞ്ഞത്. മെയിനായിട്ട് പറഞ്ഞ ഇതാണ്. അത് ഏറ്റവും ബെസ്റ്റ് ഇടാൻ ഏതാ? നൈലോൺ പ്രിഫർ ചെയ്യുള്ളൂ. അങ്ങനെ നമ്മളെ ഷോക്കൊക്കെ അയച്ചിട്ടുണ്ട്. ഷോക്കൊക്കെ ഓൾറെഡി ഞാൻ മാറിയതാണ്, പുതിയ ഷോക്കാണ് 2 സൈഡിലും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സസ്പെൻഷൻ പ്രോപ്പറായിട്ട് ഈ സാധനം ഒക്കെ ഇട്ട്, ഇത് ബുഷാണ്, ഇതിൻ്റെ തന്നെ മെറ്റൽ പാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് റെഡിയാക്കാം. അപ്പോൾ ഇത് കയറ്റാൻ വേണ്ടി പോണല്ലേ. ഇതിൻ്റെ അടിയിൽ ബുഷ് വെച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം ഒരു റബ്ബറിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. സൗണ്ട് മെറ്റലായതുകൊണ്ട് വരണ്ടല്ലോ എന്ന് ഓർത്ത് വന്നാൽ പിന്നെ അഴിക്കണ്ടേ, അപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ കയറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിവിടെ അങ്ങോട്ട് പോയാൽ ഇവിടെ കണ്ടോ വണ്ടി പൊങ്ങൂല അത്യാവശ്യം. നേരത്തെ പൊങ്ങും. അത് ഈ റിങ്ങിൻ്റെ അവസ്ഥയൊക്കെ പോലെ നോർമലി യൂഷ്വലി പൊങ്ങേണ്ടതാണ്, വ്യത്യാസം വരേണ്ടതാണ് ആണല്ലേ. കാരണം കുറച്ചുകൂടി സീറ്റിംഗ് ആവുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇത് പോയിട്ട് ഓൾറെഡി ഇതുണ്ട്, ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയിട്ട് നെറ്റും ബോൾട്ടുമാണ് ഇട്ട് വെച്ചിരുന്നത്. ഇവിടെ ത്രെഡ് പോയിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെട്ടി ത്രെഡ് നമ്മൾ രണ്ടാമത് ത്രെഡ് വെട്ടുന്ന ടൂളിട്ട് ഗൈസ് ഇങ്ങനെയാണ് ത്രെഡ് വെട്ടിയെടുക്കുന്നത്. ഇതിൻ്റെ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബുഷുകളൊക്കെ ദ്രവിച്ചിരിപ്പുണ്ടായി. ആ ബുഷുകളൊക്കെ മാത്രം നമ്മൾ മാറി. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ടായില്ല മര്യാദ ഉണ്ടാ. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. ഈ സൈഡ് നമ്മൾ ടയർ കയറ്റാണ്. ഇനി അപ്പുറ സൈഡും കൂടെ കയറ്റിയിട്ട് വേണം വണ്ടി ഇറക്കാൻ. അപ്പം അറിയാം എന്തോരം വണ്ടി പൊങ്ങിയിട്ടുണ്ട്. ടയറൊന്നും മാറ്റി നോക്കിയാണ്. ഇത് 31ൻ്റെ ടയറായിട്ടാണ്, ഇത് 235. രണ്ടിൻ്റെ സൈസ് വ്യത്യാസം നോക്കിയത് ഇത്രേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്ര ഉണ്ട് വ്യത്യാസം. അടിയിൽ നോക്കിയാൽ നല്ല ശരിക്കും മനസ്സിലാവും ടയറിൻ്റെ സൈസ്. ചുമ്മാ ഇട്ട് നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ടയറിന് ഇത്ര ചാട്ടം വരും കേട്ടോ, ഇത്തിരി ചാട്ടം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ജെഫ്രി ബോർഡ് സ്കോർപ്പിയോ ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ഇട്ട് നോക്കിയാണ് എങ്ങനെ ഉണ്ടെന്നറിയാം. ജാക്കിയൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ പൊങ്ങി. നേരത്തെ ഇല്ലേ ഏകദേശം ഇവിടെ വന്ന് നിൽക്കണമായിരുന്നു, ഇത്രം പൊങ്ങി വ്യത്യാസമുണ്ട്. കാരണം അതെനിക്ക് നേരിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. സൈഡിൽ നിന്ന് നോക്കിയാൽ എനിക്ക് നല്ല ശരിക്കും മനസ്സിലാവും. കണ്ടാ ബാക്കിൽ ഹൈറ്റും ഫ്രണ്ടിലായിട്ട് നമുക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഫ്രണ്ട് കുത്തി കിടക്കായിരുന്നു, ഇപ്പോൾ രണ്ടും ഒരേ ലെവലായി. നോക്കി കണ്ടാൽ മനസ്സിലാണ്ട് ഒരേ ലെവലായി. നമ്പർ പ്ലേറ്റിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്യണം. പിന്നെ ലൈറ്റ് ഞാൻ പറഞ്ഞില്ലേ പാർക്ക് കത്തണുണ്ട്, അതിൻ്റെ ഫോഗ് കത്തണില്ല, അതൊന്ന് കത്തിക്കണം. കാരണം അടുത്ത ദിവസം നമുക്ക് ട്രിപ്പ് പോകാനുള്ളതാണ്. അപ്പോൾ പിന്നെ പണിയാവും. നമ്മളെ നമ്പർ പ്ലേറ്റിൻ്റെ സെറ്റിങ് നടക്കണം. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ബൊലേറോ ഉണ്ട്. ഇതൊരു ബൊലേറോ, ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ബൊലേറോ ആണ്, അതിൻ്റെ വർക്ക് നടക്കുകയാണ്. ഇവിടെ അടുത്ത ബൊലേറോടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. പിന്നെയും ഇപ്പുറത്ത് വേറൊരു ബൊലേറോടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. ബൊലേറോ കാരണം സ്പെഷ്യലിസ്റ്റ് ആകുമ്പോഴേക്കേ പണിയൊക്കെ കൃത്യമായിട്ട് സെറ്റപ്പ് ആയിരിക്കും. ബൊലേറോസിൻ്റെ ഒക്കെ ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ മോനെ. ബാക്കി ജിപ്സി ബൊലേറോസ് ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. ഇവിടെ നിന്ന് വണ്ടികൾ പണിയണ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ചായക്കടയുണ്ട്, ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക, വണ്ടികൾ പണിയാനൊക്കെ ഉണ്ട്. ഇതിപ്പോഴേ നമ്മൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടാ, ഇത് വണ്ടിയിൽ കസ്റ്റം ചെയ്യാൻ പറ്റിയ പാനലാണ്. ഇതെങ്ങനെയാണ് സംഭവം? ഇത് നിലവിൽ നമുക്ക് 2 ടൈപ്പ് ഡാഷ്ബോർഡ്സ് ആണ് വരുന്നത്. ഒന്ന് DI മോഡൽ വരും. DI മോഡൽ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് പാനൽസ് ആണ് വരിക. DIക്ക് വെക്കണമെങ്കിൽ DIക്ക് വരുമ്പോൾ ഇങ്ങനെ വരും. അതെന്താ വെച്ചാൽ ഇൻക്ലൂഡിങ് ഇൻബിൾട്ട് ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത്. അപ്പോൾ അത് നമ്മൾ കസ്റ്റം ചെയ്തെടുക്കും. ഒറിജിനൽ സ്റ്റീരിയോയിൽ തന്നെ നമ്മൾ ഫൈബർ ചെയ്ത് കസ്റ്റം ചെയ്ത് ഇനി ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. നിലവിൽ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിന്റിംഗ് ആണെങ്കിൽ പെയിന്റിംഗ്, ഡിപ്പിംഗ് ആണെങ്കിൽ ഡിപ്പിംഗ്, ഏതിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളെ പവർ പ്ലസ് M2DI മോഡൽ വരുമ്പോൾ പാനലിന് നല്ല ഡിഫറെന്റ് ഉണ്ട്. ഇതാണ് വരിക. ഇത് പഴയ പിജോട്ട് DI അതിന്റെ ഒക്കെ ഡാഷ്ബോർഡിൽ സൂട്ട് ആവും. പിന്നെ ഇപ്പോഴത്തെ B6 മോഡൽ വണ്ടികൾ വരുമ്പോൾ ഇതിൽ തന്നെ ചെറിയ വേരിയേഷൻ വരും. ഫിറ്റിംഗ്സിലും കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റം വർക്കാണ് മെയിൻ ആയിട്ട് അത് വരിക. അങ്ങനെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ അയച്ചെടുത്ത് അത് കത്തണുണ്ട്. ഇതൊന്ന് കത്തിക്കണം, അതിൻ്റെ ബൾബൊക്കെ ഇടാണ്. പിന്നെ നമ്മുടെ ഇടയ്ക്ക് ഇവിടുത്തെ ലൈറ്റ് കത്തണം. നമ്മുടെ ഈ ബ്രേക്ക് ലൈറ്റില്ലേ, ഈ സാധനം കത്തണില്ല. അപ്പോൾ അതൊന്ന് കത്തിക്കണം. പിന്നെ ഇവിടെ ഒരു ബൾബ് മാറാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികൾ ഇതിൻ്റെ അകത്ത് പെൻഡിങ് ആയിട്ട് ഇടപെടുന്നുണ്ട്, അതൊന്ന് ചെയ്യണം. പിന്നെ നമ്മുടെ റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ചെറുതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓസ് ലീക്ക് ഉണ്ടെന്ന് ഇവിടെ കണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് മാറാണ്. നമ്മൾ അങ്ങനെ വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡാണെങ്കിൽ എന്ത് പണിയുണ്ടെങ്കിലില്ലേ സ്പോട്ട് ഞാൻ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ വെച്ചുകൊണ്ടിരുന്നതിനാൽ പിന്നെ അത് വലിയ പണിയാവും. അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ ചെയ്യാറുണ്ട്. കൂളൻറ്റിൻ്റെ പൈപ്പ് അത് നമ്മൾ പുതിയത് വാങ്ങിച്ച്
ഇതേ ഇങ്ങനെ കിട്ടുള്ളൂ ഫുൾ സെറ്റായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൂളൻ്റ് വാഷ് ഔട്ട് ചെയ്യണം. അപ്പോൾ കൂളൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമ്മൾ കൂളൻ്റെ പുതിയത് ഒഴിക്കും, അതുപോലെ യോസും പുതിയത് മാറി ഇടണം. മാക്സിമം ഉള്ള എന്താ പറയുക എനിക്കറിയാമല്ലോ, മെക്കാനിക്കൽ സൈഡൊക്കെ നല്ല ഫിറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. ഫിറ്റ് അയച്ചിടുന്നുണ്ട്. ഇതിൻ്റെ ബൾബ് പോയി എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് ഒന്ന് ബൾബ് ചെക്ക് ചെയ്ത് നോക്കാം. ബൾബ് ഏതാണ്? ബൾബ് അടിച്ചു പോയി ഗൈസ്. പിന്നെ വേറെ ബൾബ് ഇട്ട് നോക്കാം. ഇവിടെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇനി നമ്മുടെ റേഡിയേറ്ററിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് എന്താണ് എയർ പോകാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഓക്കെ. ബാക്കിലെ ടെയിൽ ലാമ്പൊക്കെ കത്തി വണ്ടി ഓക്കെ ആയി. പിന്നെ ലീഫിൻ്റെ പണി അത് ഇന്നിപ്പോൾ ഇനി നടക്കുമെന്നറിയില്ല. ഇനി ലേറ്റ് ആകണ്ടല്ലാന്ന് വിചാരിച്ചിട്ടേ നാളെ രാവിലെ കൊണ്ടുപോയിട്ട് നമുക്ക് ലീഫിൻ്റെ പണിയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ബൊലേറോയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ DI എഞ്ചിൻ്റെ സൗണ്ടാണ്. സൗണ്ട് കേട്ടെ, സൗണ്ട് DI എഞ്ചിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ജീപ്പിൻ്റെ സൗണ്ട് 2.5 ലിറ്റർ. ബൊലേറോയുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യം അറിയാലോ. ഹാൻഡ് ബ്രേക്ക് അങ്ങനെ വർക്ക് ചെയ്യൽ കുറവാണ്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഹോണൊന്ന് ശരിയാക്കണം. അതിനുവേണ്ടി നമ്മൾ ഫോഗ് ലാമ്പൊക്കെ കഴിച്ച് ഇനി ഹോണിൻ്റെ കാര്യം കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി പിടിക്കാൻ. ഈ ജിപ്സിയിലില്ലേ BMCയുടെ എയർ ഫിൽറ്റർ ചെയ്യാറുണ്ട്. അത് ബൊലേറോയിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അതിന് മുന്നേ ജസ്റ്റ് ഒന്നേ നമുക്ക് നോക്കിയേക്കാം എങ്ങനെ ചെയ്തേക്കണം ഒന്ന് കാണട്ടെ. ഇതുണ്ട BMCയുടെ ഓപ്പൺ എയർ ഫിൽറ്റർ ഇതിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബൊലേറോയിലും ചെയ്യാം ഈസിലി. പക്ഷെ ചെയ്ത് കഴിഞ്ഞാലൊരു പ്രശ്നം, ബൊലേറോയിൽ നമ്മളിപ്പോൾ BMCയുടെ എയർ ഫിൽറ്റർ ചെയ്ത് പക്ഷെ അത് ഓപ്പൺ ആയിട്ടിരിക്കും. ഇപ്പോൾ കാണിച്ചെന്നില്ല ഞാൻ, അതുപോലെ ഓപ്പൺ ആയിട്ടിരിക്കും. അതുപോലെ ഓപ്പൺ ആയിട്ടിരുന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റീഡിങ്ങിൽ അതൊരു ഇഷ്യൂ ആവും. പെട്ടെന്ന് വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ വണ്ടിയുടെ പെർഫോമൻസിൽ വ്യത്യാസം വരും. ഹോൺ അയച്ച് ക്ലീൻ ചെയ്യാണ്. ആക്ച്വലി നമ്മുടെ പുതിയ ഹോണായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് സംഭവം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഹോൺ ഫിക്സ് ചെയ്തത് പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക ഒരു ക്ലാമ്പ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ക്ലാമ്പ് അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയ ക്ലാമ്പ് സെറ്റ് ചെയ്യാണ്. ഓക്കെ, സംഭവങ്ങളൊക്കെ 2 ക്ലാമ്പ് സെറ്റ് ചെയ്യാറുണ്ട് അവിടെ. ഇനിയിപ്പോൾ നമുക്ക് അതിൽ ഹോൺ ഫിറ്റ് ചെയ്യാം. ബ്രേക്കൊക്കെ അഴിച്ച് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യണം. അഡ്ജസ്റ്റും കൂടെ ചെയ്യണം. നമ്മുടെ ഗ്രില്ല് തിരിച്ച് സെറ്റ് ചെയ്ത് ഇനി ബാക്കി 1-2 പണികളും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഡേയിൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. വന്നിട്ട് മൊത്തം പണികളിൽ പെട്ടുപോയി. അപ്പോൾ ഇതും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ഫോഗ് ലാംപ്സിൻ്റെ IBM നമ്മൾ റെഡിയാക്കി. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ്, നമ്മളുടെ വില്ലീസ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുത്ത് കാണാൻ എങ്ങനെയുണ്ട് അതൊക്കെ കോമന്റ് സെക്ഷനിൽ അറിയിക്കണം. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മൾ തീർത്ത് പിന്നെ ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈറ്റ് പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ നമ്മൾ ലീഫ് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മുടെ 2 വണ്ടിയായിട്ടാണ് നമ്മൾ ലീഫ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ടുന്നതായിരിക്കും.